Hello, welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ LED-യുടെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ LED-യുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, as the color varies, forward voltage varies in. നമുക്ക് കളർ വേരി ആകുന്നതിനനുസരിച്ച് എന്താണ് ഫോർവേഡ് വോൾട്ടേജ് വേരി ആകുന്നത് ഏതിലാണ്? LED, LCD TV, color TV, LED TV. Option A is the right answer. LED-ലാണ് നമുക്ക് ഫോർവേഡ് വോൾട്ടേജ് വേരി ആകുമ്പോൾ അല്ലെങ്കിൽ കളർ വേരി ആകുമ്പോൾ ഫോർവേഡ് വോൾട്ടേജിൽ വേരിയേഷൻസ് വരുന്നത്. ഓക്കെ, ഫോർവേഡ് വോൾട്ടേജ് വേരി ചെയ്യുന്നതനുസരിച്ച് കളർ വേരി ആക്കാം നമുക്ക്, അല്ലേ? The light emitting diode is a semiconductor device that emits light when current flows through it. As the color varies, when the forward voltage varies in LED. Typically, forward voltage of LED between 1.8 to 3.3 volts ആണ്. White LED has a high voltage, typically 3.2 to 3.6 volt വരെ നമുക്ക് വരുന്നുണ്ട് ഒരു വൈറ്റ് LED വരുന്നത്. ഓക്കെ, അപ്പോൾ കളർ വേരിക്ക് നമുക്ക് എങ്ങനെ വരുന്നത്? LED-ലാണ് ഫോർവേഡ് വോൾട്ടേജിൽ വേരിയേഷൻ വരുന്നത്. An LED has the lower output power dash switching speed and dash spectral width than the laser as an optical source. Slower ആണ്. ഓപ്ഷൻ A ആണ് വരുന്നത്. An LED has lower output power, slower switching speed and higher spectral width than the laser. Okay, option A ആണ് നമുക്ക് വരുന്ന correct answer. നോക്കൂ, നമുക്ക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡും ലേസറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. It emits light by spontaneous emission. It emits light by stimulated emission. ഇവിടെ നമുക്ക് spontaneous emission ആണ്, ഇവിടെ stimulated emissions ആണ്. The emitted light power is relatively low, linearly proportional to the drive current. ഇവിടെ output power എന്ന് പറയുന്നത് high ആണ്. It is proportional to the current above the threshold ആണ് വരുന്നത്. Okay. Spectral width എന്ന് പറയുന്നത് 25 to 100 nanometer ആണ്. ഇവിടെ narrower ആണ് വരുന്നത്. Okay, narrow spectral width ആണ്. Then speed is lower ആണ്. This is faster ആണ്. Coupled power എന്ന് പറയുന്നത് ഇവിടെ moderate, ഇവിടെ high coupled power ആണ് വരുന്നത്. Okay, ഇതൊരു comparison ആണ്. The semiconductor material not used in LED. LED യൂസ് ചെയ്യാത്ത semiconductor material ഏതാണ്? Silicon carbide, GaAsP, GaAs and Si. Option D ആണ് നമുക്ക് യൂസ് ചെയ്യാത്തത്. Generally, optical devices are fabricated using direct band gap semiconductor like GaAs, and normal PN diode is fabricated by using silicon. Si ആണ് നമ്മൾ നോർമൽ ആയിട്ട് PN diode fabricate യൂസ് ചെയ്യുന്നത്. Most basic material of the IC fabrication of LED is GaAs ആണ്. Gallium arsenide ആണ് നമ്മൾ മോസ്റ്റ്ലി LED മാനുഫാക്ചറിംഗ് ഫാബ്രിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഡി ആണ്. What is the typical range of the forward voltage of an LED? LED-യുടെ ഒരു typical forward voltage ഏതാ വരുന്നത്? 1.7 to 3.3. Okay, 1.7 to 3.3 volt ആണ് നമുക്ക് typical forward voltage. നോക്കൂ, LED-യുടെ സൈസ്, LED are miniature size and they can be stacked together to form numeric and alphanumeric displays in high density matrix. Controlling output എങ്ങനെയാണ്? The LED output from an LED is a function of the current flowing through it. അതിലൂടെ കറന്റ് ഫ്ലോയിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് LED-യുടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. എഫിഷ്യൻസി എന്ന് പറയുന്നത് they have high efficiency, highly efficient ആണ്. ടോപ്പിക് അതായത് ടിപ്പിക്കൽ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? 1.7 to 3.3 വോൾട്ട്. കറന്റ് ഓഫ് 20 മില്ലി ആംപിയർ is required for full brightness. ഫുൾ ബ്രൈറ്റ്നസ് നമുക്ക് ഒരു 20 മില്ലി ആംപിയർ കറന്റ് ആണ് നമുക്ക് ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? 1.7 വോൾട്ടേജ് ടു 3.363 വോൾട്ടേജ് ആണ്. An LED made using GaP emits radiation in gallium phosphide. അല്ലെങ്കിൽ ആ ഒരു GaP യൂസ് ചെയ്തിട്ട് നമുക്ക് LED ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് അതിന്റെ കളർ അതായത് എന്ത് രീതിയിലായിരിക്കും വരുന്നത്? ഓപ്ഷൻ ഇറ്റ് ഈസ് ഇൻ ഗ്രീൻ റേഡിയേഷൻ ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് ഇൻ ഗ്രീൻ റേഡിയേഷൻ. നോക്കൂ, GaAs ആണെങ്കിൽ നമുക്ക് ഇൻഫ്രാറെഡ് ആണ്. GaAsP ആണെങ്കിൽ റെഡ് ആണ്. GaAsP അതിന്റെ ആ ഒരു നാനോമീറ്ററിൽ വേരിയേഷൻ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ ആംപറിലായിരിക്കും. GaAsP.N ആണെങ്കിൽ യെല്ലോ ആണ്. GaP ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായത്, ദാറ്റ് ഈസ് ഇൻ ഗ്രീൻ കളറിലായിരിക്കും. ദെൻ SiC ആണെങ്കിൽ ബ്ലൂ കളറിൽ, GaLN ആണെങ്കിൽ വൈറ്റ് കളറിൽ, AlGaN ആണെങ്കിൽ അൾട്രാ വയലറ്റ് കളറിൽ. ഓക്കെ, അപ്പൊ ഗാലിയം ആർസനൈഡ് ഫോസ്ഫൈഡിലാണെങ്കിൽ നമുക്ക് ഗ്രീൻ ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഗ്രീൻ ആണ് നമുക്ക് റൈറ്റ് ആൻസർ. Which of the following LED color is not present in the LED TV panel? LED TV പാനലിൽ നമുക്ക് വരാത്ത കളർ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വൈറ്റ് ആണ് നമുക്ക് LED TV പാനലിൽ വരാത്തത്. LED display is flat panel.
display that uses an array of light emitting diodes as pixels for a video display. LED display can offer high contrast ratios than projector and are used thus an alternative to traditional projection series. The LED display consists of matrix of red, green and blue. LED display നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? Red, green, blue. But white നമുക്ക് അതിൽ വരുന്നില്ല. Okay. In LED, light is emitted because എന്തുകൊണ്ടാണ് നമുക്ക് ലൈറ്റ് എമിറ്റ് ആവുന്നത്? റീകോമ്പിനേഷൻ ഓഫ് ദ ചാർജസ് ടേക്ക് പ്ലേസ് അല്ലെ, റീകോമ്പിനേഷൻ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ എനർജി റിലീസ് ആയിട്ട് ആ എനർജി ഇൻ ദ ഫോംസ് ഓഫ് ഫോട്ടോണിൽ നമുക്ക് എമിറ്റ് ആവുന്നതിന് കാരണം. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദ എഫിഷ്യൻസി ഓഫ് ആൻ LED ഫോർ ജനറേറ്റിംഗ് ലൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി, നമുക്ക് ആ ഒരു LEDയുടെ എഫിഷ്യൻസി, ഒരു ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് which is directly proportional to the current injected. കറന്റ് അതിലൂടെ ഇൻജെക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. What is the use of an LED driver? LED driver നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? It converts AC to DC. AC to DC കൺവേർഷന് വേണ്ടിയിട്ടാണ് LED driver നമ്മൾ യൂസ് ചെയ്യുന്നത്. LED fabricated from GaAsP emits radiation in the option C visible region. Emits radiation in the visible region. അതായത് GaAsP ആണെങ്കിൽ ആ റേഡിയേഷൻസ് വിസിബിൾ റീജിയനിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.